കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതിനു മുമ്പ് ഇത് നമ്മുടെ ഒരു വർക്ക്ഷോപ്പാണ് കേട്ടോ. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ അലക്കുലുത്തായിട്ട് ആകെ കിടക്കുകയാണ്. എല്ലാവർക്കും മോശമാണല്ലോ, അതുകൊണ്ടാണ്. കാരണം എല്ലാ ഇലക്ട്രീഷ്യന്മാരുടെയും എല്ലാ പ്ലംബേഴ്സിൻ്റെ ഒക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ഒരു വട്ടം എടുത്ത് അടുക്കി വെക്കും, പിന്നെ ഒരാവശ്യത്തിന് വേണ്ടി വരും, മൊത്തം വലിച്ചു വാരി വീണ്ടും ഇടും. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെനോവേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിൽ, കോഴഞ്ചേരി ഭാഗത്താണ്, ക്ലയൻറ്റിൻ്റെ വീട്ടിൽ നമ്മൾ വെച്ച് കൊടുത്തത് ലിഗ്രാൻഡിൻ്റെ മൈലിംഗ് എന്ന് പറയുന്ന സ്വിച്ചസ് ആയിരുന്നു. അപ്പോൾ ഇത് പറയാൻ ഉദ്ദേശിച്ചത് കാരണം കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഒരു സ്വിച്ച് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാളത്തെ സർവീസ് വാറണ്ടി കൊടുക്കാറുണ്ട്. അവിടെ നിളക്കിയ ഒരു സ്വിച്ച് ബോർഡാണ് ഇത്. വെച്ച നാൾ മുതൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഒറ്റ സ്വിച്ച് പോലും മാറിയിട്ട് പോലും ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സാധനം പോലും മാറിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇത് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, കളവായിരിക്കാൻ പറഞ്ഞുള്ളതായിരിക്കും. പക്ഷേ എന്തായാലും ഇപ്പോഴും ഇത് സാധനം വർക്കിംഗ് ആണ്, പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇത് വിട്, നമ്മുടെ റെഗുലേറ്റർ വിട്ടിട്ട് ബാക്കിയുള്ള സ്വിച്ചസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും 30-40 വർഷങ്ങളായ സ്വിച്ചസ്, ഈ ആങ്കറിൻ്റെയൊക്കെ സ്വിച്ചസ്, ഗോൾഡ് മെഡൽ ആങ്കർ ഇങ്ങനെയുള്ള സ്വിച്ചസ് ഇപ്പോഴും വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന, പുലി പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വിച്ചസുകൾ പല വീടുകളിലും ഉണ്ട്. പക്ഷേ നമ്മൾ വെച്ച് ഒരു 5-6 വർഷങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കിന് കംപ്ലൈൻ്റ് ആകും. ഇപ്പോൾ ഇതുപോലുള്ള മോഡുലാർ സ്വിച്ചസ് പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി പോവുകയാണ്. കൂടി വന്നാൽ 2 വർഷം അല്ലെങ്കിൽ 5 വർഷം, മാക്സിമം ഒരു 6-7 വർഷം അതിനുള്ളിൽ സ്വിച്ചസ് കംപ്ലൈൻ്റ് ആയിപ്പോവും. പൊടിയൊക്കെ വീണിട്ടൊക്കെ ആയിരിക്കാം കംപ്ലൈൻ്റ് ആയി. പൊടിയൊന്നും വീഴാതിരുന്നിട്ട് പോലും ഈ സാധനം കംപ്ലൈൻ്റ് ആവുകയാണ്. അതുകൊണ്ട് ഈ സാധനം നമ്മൾ ഞെക്കുമ്പോൾ എന്ത് ചെയ്യും, പകുതിക്ക് വന്ന് നിൽക്കും. ആ ടിക്ടോക്ക് നടക്കുന്നില്ല. ടിക്ടോക്ക് എന്ന് പറഞ്ഞ പഴയ ഇതല്ല കേട്ടോ, ടിക്ടോക്ക് നടക്കുന്നില്ല. ഈ ടിക്ടോക്ക് നടക്കുന്നില്ല. ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ഈ 2-വേ സ്വിച്ചസിനാണ് കൂടുതലും കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നത്. ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ മെയ്ഡ് ഭയങ്കരമാണ്. നമുക്ക് ഈ മോഡുലാർ ടൈപ്പ് സ്വിച്ചസും ബോക്സസും ഒക്കെ വന്നപ്പോൾ, ഇത് മോഡുലാർ ടൈപ്പ് ബോക്സാണ്. ഈ മോഡുലാർ ടൈപ്പ് ബോക്സ് വെച്ചിട്ട് ഇതിനകത്തോട്ട് പ്ലേറ്റും അതിനകത്ത് സ്വിച്ചും ഒക്കെ സെറ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. സംഭവം പണിയൊക്കെ ഈസിയാണ്. ഇതിപ്പോൾ മോഡുലാർ പ്ലേറ്റാണ്. ഈ മോഡുലാർ പ്ലേറ്റിനകത്തോട്ട് നമുക്ക് ഈ സ്വിച്ചസ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, എളുപ്പമാണ്. പക്ഷേ ഇതിനകത്ത് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പാടുപെടണം. പണ്ട് നമ്മൾ തുടക്കത്തിൽ ഇതിൽ പണിഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഇലക്ട്രീഷ്യന്മാർ സുഹൃത്തുക്കളുണ്ടാകും അല്ലേ? ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് പണിയാന്ന് പറഞ്ഞാൽ ഇതുപോലെ പണി വേറെ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൻ ഷീറ്റ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് എടുക്കണം, സ്വിച്ചിൻ്റെ എണ്ണത്തിനനുസരിച്ച് കട്ട് ചെയ്ത് മേടിപ്പിക്കണം. ചിലത് ഷീറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം, ഹോൾ അടിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് പണികൾ ചെയ്താൽ മാത്രമേ ഇത് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്നത് മാറി, സ്വിച്ചിന് മോഡുലാർ പ്ലേറ്റ് വരുന്നുണ്ട്. നമ്മൾ ആ ബോക്സിനനുസരിച്ചുള്ള പ്ലേറ്റ് മേടിക്കുക, സ്വിച്ച് കയറ്റിയിടുക, എളുപ്പം പണി കഴിയും, ഈസിയാണ്. പക്ഷേ സ്വിച്ചസ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയാണ്. പണി കുറഞ്ഞെങ്കിലും മെയ്ഡ് ഭയങ്കരമായിട്ട് കംപ്ലൈൻ്റ് ആണ്. ലിഗ്രാൻഡിൻ്റെ പല സ്വിച്ചസും പല മോഡൽസും തിരിച്ച് വിളിച്ചിട്ടുണ്ട് അവർ. ലിഗ്രാൻഡിൻ്റെ അത്യാവശ്യം നല്ലൊരു മോഡലാണ് മൈലിംഗ് എന്ന് പറയുന്നത്. ഈ മോഡൽ കാണാൻ പെർഫെക്റ്റ് ആണ്, നല്ല സ്വിച്ചാണ്, ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലിഗ്രാൻഡിൻ്റെ മൈലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതും പല സ്ഥലത്തും കംപ്ലൈൻ്റ് ആണ്. ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു 500 രൂപ കുറഞ്ഞത് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇന്നും പല വീടുകളിലും ഈ സ്വിച്ചസുകൾ മാറാതെ അതും വെച്ച് ഓടിക്കുന്നവരുണ്ട്. ഒരാളെ വിളിക്കണമെങ്കിൽ എന്തായാലും അദ്ദേഹത്തിന് ഒരു 500 രൂപയെങ്കിലും കൊടുത്തല്ലേ പറ്റൂ എന്ന് വിചാരിച്ചാണ് പലരും വിളിക്കാത്തത്. ഈ സ്വിച്ചസിൽ നിന്നും ഈട് നിൽക്കുന്നില്ല എന്നൊരു പരാതി വ്യാപകമായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് 16ൻ്റെ ബോക്സാണ്. ഇതിനകത്ത് 16 സ്വിച്ച് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സമയത്ത് ഇതിനകത്തോ വലിപ്പം കൂടി കാണാനും വൃത്തികേട് എന്നുള്ള ഇതായതുകൊണ്ടാണ് പലരും ഇത് ഒഴിവാക്കിയിട്ട് ഇതെടുത്ത് പള്ളിയിൽ കളഞ്ഞിട്ട് കളിക്കാൻ കൊടുത്തിട്ട് ഇതേപോലുള്ള സാധനങ്ങൾ കയറ്റും. ആ സ്വിച്ചിന് ഒരെണ്ണത്തിന് 20 രൂപ 18 രൂപ ഒക്കെ ഉള്ളൂ. അതേ സമയത്ത് ലിഗ്രാൻഡിൻ്റെ ഈ മൈലിംഗ് എന്ന് പറയുന്ന സ്വിച്ചിന് 28 രൂപ മുതലാണ് വില. മൈറിസിലേക്ക് പോവുകയാണെങ്കിൽ 70-80 ആ ലെവലിലേക്ക് പോകും സ്വിച്ചിൻ്റെ വില. കറക്റ്റൊന്നും അല്ല പറയുന്നത് കേട്ടോ, ഏകദേശം ഒരു റേറ്റാണ് ഞാൻ പറയുന്നത്. ഇലക്ട്രിക്കലിൻ്റെ പണി എളുപ്പമായെന്നുണ്ടെങ്കിലും സാധനം ക്വാളിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഇന്നും കൂട്ടുകാരുടെ അനുഭവത്തിൽ ഇന്നും ഇതുപോലെ പുലി പോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് വീട്ടുകാരുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഇതുപോലുള്ള ബോക്സുകളിൽ പണിഞ്ഞിട്ടുള്ള അനുഭവങ്ങളുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കും. അതും ഒന്ന് പങ്കുവെക്കണം കേട്ടോ. ഇത് പണിഞ്ഞിട്ടുള്ള രാവിലെ പണിസ്ഥലത്തേക്ക് ഹൈലം ഷീറ്റും കൊണ്ടുപോയിട്ട് ചെയ്യുന്ന പരിപാടി, ഈ ഒരു സ്വിച്ച് തന്നെ പിടിപ്പിക്കാൻ നമുക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഈ നട്ടും സ്ക്രൂ ഇട്ട് മുറുക്കി വേണം നമുക്ക് ഒരു സ്വിച്ച് തന്നെ സെറ്റ് ചെയ്യുന്നത്. ചില വീടുകളിൽ
നമ്മൾ കണ്ട ഡിസൈൻ പോലെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനെ, ആ ഒരു രീതിയിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇങ്ങനെ റൗണ്ടിൽ അത് കാണുമ്പോൾ ആരാടാ ഇത് ചെയ്തത്, ഈ ലെവലിൽ തന്നെ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ചിലയിടത്ത് മെയിൻ സ്വിച്ചിൽ ഇതിങ്ങനെ അടുത്ത ഫ്യൂസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാം, ഒരു എന്താ പറയുക റൗണ്ട് ആകൃതിയിൽ ഇങ്ങനെ. നല്ല രസം അതൊക്കെ കാണുമ്പോൾ. ഇതൊക്കെ ഒരു കാലം. ഇപ്പോൾ അതൊക്കെ മാറി, എല്ലാം DB-യിലേക്കായി. MCB ബ്രേക്കർ MCB ആയി. പക്ഷെ സംഭവം MCB തന്നെയാണ് നല്ലത് കേട്ടോ. ബ്രേക്കറിൻ്റെ കാര്യത്തിൽ അതൊക്കെ തന്നെയാണ്. പക്ഷേ സ്വിച്ചിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പരാതിയും പരിഭവവും എല്ലാം. നല്ല ഈട് നിൽക്കുന്ന, ഒരുപാട് കാലം നിൽക്കുന്ന, പരാതിയില്ലാത്ത ഒരു സ്വിച്ച് മോഡുലാർ ടൈപ്പിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാത്തിനും കംപ്ലൈൻറ്റുകളുണ്ട്. കൂട്ടുകാരുടെ അനുഭവത്തിൽ എന്താണ് എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ.